ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ രണ്ട് പ്രോബ്ലംസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലത്തിന് ഞാൻ ആൻസർ ക്ലൂ തന്നിട്ടുണ്ട്, പിന്നെ ഒരു പ്രോബ്ലം ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. നോക്കാം. മിസ്റ്റർ എ ഹാസ് 4 ഹൗസസ്. അതിൻ്റെ നാല് വീടുകളാണുള്ളത്. 4 വീടുകളുടെയും മുനിസിപ്പൽ വാല്യുവേഷൻസ് ആർ MV സ്റ്റാൻഡ്സ് ഫോർ മുനിസിപ്പൽ വാല്യുവേഷൻ ആർ ഗിവൺ. ഫസ്റ്റ് ഹൗസാണ്, ഹി ലിവ്സ് ഇൻ ഫസ്റ്റ് ഹൗസ് എന്ന് വെച്ചാൽ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് പറയുന്നു. സെക്കൻഡ് ഹൗസ് ഇസ് യൂസ്ഡ് ഫോർ ഹിസ് ബിസിനസ്. അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിസിനസ് പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന് പറയുന്ന വേറെ ഹെഡിലാണ് നമ്മളത് കാണിക്കുക. അപ്പോൾ സെക്കൻഡ് ഹൗസ് വി മേ ഇഗ്നോർ. തേർഡ് ഹൗസ് ഇസ് ലെറ്റ് ഔട്ട് ഹൗസ്. ഇനി ഫോർത്ത് ഹൗസിനെ കുറിച്ച് പറയുന്നുണ്ട്. ലെറ്റ് ഔട്ട് ഹൗസ് ആൻഡ് അതിൻ്റെ ആക്ച്വൽ റെൻറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇനി ഫോർത്ത് ഹൗസ് നോക്കാം. അതിലാണ് ലോൺ എടുത്തിരിക്കുന്നത്. ഓൺ 1/4/2014 ലോൺ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കൺസ്ട്രക്ഷൻ കംപ്ലീഷൻ ഡേറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആക്ച്വൽ റെൻറ്റ് തന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ 14-15, 15-16 ഇൻട്രസ്റ്റ് പെയ്ഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എപ്പോഴാണ് വരാമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഏത് ഇയറാണ്, ഇത് ഓരോ ഇയർ വൈസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏത് ഇയറിലാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡ് വരുന്നത് നോക്കിയിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുക. നോക്കിയിട്ട് ഡിഡക്റ്റ് ചെയ്യണം. 2 ഇയറിൻ്റെയും ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൻ്റെ ഇൻട്രസ്റ്റ് 800 വേറെയും തന്നിട്ടുണ്ട്. മുനിസിപ്പൽ ടാക്സസ് എത്രയാണെന്ന് പറയുന്നുണ്ട്. സോ ഇൻകം ഫ്രം HP കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നു. നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരെണ്ണം ഫസ്റ്റ് ഹൗസിന് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ടും സെക്കൻഡ് ഹൗസ് ഇഗ്നോർ ചെയ്യുക. തേർഡ് ഹൗസിന് ലെറ്റ് ഔട്ട്, ഫോർത്ത് ഹൗസ് ഇസ് ഓൾസോ ലെറ്റ് ഔട്ട് ആയിട്ട് ചെയ്യുക. എല്ലാ വാല്യൂസും ഇതിൽ തന്നിട്ടുണ്ട്. ആൻസർ ഇസ് ഓൾസോ ഗിവൺ. അടുത്ത പ്രോബ്ലത്തിൽ ഒരു വീടാണ്. മിസ്റ്റർ എക്സ് ഓൺസ് എ ഹൗസ്. അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് ആക്ച്വൽ റെൻറ്റ് തന്നിട്ടുണ്ട്. മുനിസിപ്പൽ വാല്യുവേഷൻ, മുനിസിപ്പൽ ടാക്സസ് ആർ ബീങ് ഗിവൺ. മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് ബൈ ദ SSC ഉണ്ട്, മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് ബൈ ദ ടെനൻറ്റും ഉണ്ട്. SSC പേ ചെയ്തിട്ടുള്ള മുനിസിപ്പൽ ടാക്സസ് മാത്രമേ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്റ്റബിൾ ആയിട്ട് വരുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം കൂടിയാണിത്. ടെനൻറ്റ് പേ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഡിഡക്റ്റബിൾ. Total municipal taxes are also not deductible. Only the municipal taxes paid by the SSC becomes deductible from the gross annual value. Interest on loan taken for the renewal of the house. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. It's not for the purchase or the construction of the house property. It's taken for the renewal of the house. So അതിനൊരു ലിമിറ്റ് is applicable. അല്ലേ, 30,000 ആണ് അതിൻ്റെ ലിമിറ്റ് ആപ്ലിക്കബിൾ ആകുന്നത്. Here it is 34,000. Take note of that. Then unrealized rent. ഏതൊരു ഇയറിലെ unrealized rent allowed in the assessment 16-17 allow ചെയ്തിരുന്നു. അതായത് if there is any unrealized rent, we know that it can be deducted from the gross annual value before arriving at the annual value. മുനിസിപ്പൽ ടാക്സസിൻ്റെ ഒപ്പം നമുക്ക് അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡിഡക്റ്റഡ്. അതുപോലെ 2016-17 ഡിഡക്റ്റ് ചെയ്ത ഒരു അൺറിയലൈസ്ഡ് റെൻറ്റ് നമുക്ക് ഈ കറണ്ട് ഇയറിൽ റിസീവ് ചെയ്തു എന്നാണ് പറയുന്നത്. എമൗണ്ട് 20,000. ഈ 20,000 നമുക്ക് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് 30% നമുക്ക് ഇൻകം ഫ്രം HPയോട് കൂടി ആഡ് ബാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഇതിൽ നമുക്ക് സൊല്യൂഷൻ ഇങ്ങനൊരു പോയിന്റ് വന്നതുകൊണ്ട് നമ്മൾ വേറെ പ്രോബ്ലം ചെയ്യാത്തതുകൊണ്ടും സൊല്യൂഷൻ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോളൂ. അതിൽ ഗ്രോസ് ആനുവൽ വാല്യൂ നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. ഇറ്റ് കംസ് ടു 95,000. മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് ബൈ ദ SSC ബിക്കംസ് ഡിഡക്റ്റബിൾ. പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കുന്നു. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ പ്രത്യേകം ശ്രദ്ധിക്കുക. ലിമിറ്റ് ഇസ് ആപ്ലിക്കബിൾ. അതുകൊണ്ട് 30,000 ആണ്. ഇഫ് ഇറ്റ് ഈസ് ഓൺലി ഫോർ ദ കൺസ്ട്രക്ഷൻ ഓർ പർച്ചേസ് ആണെങ്കിലാണ് നമുക്ക് 2 lakh വരെ ഡിഡക്ഷൻ അവൈലബിൾ ആകുന്നത്. ദെൻ അൺറിയലൈസ്ഡ് അതാണ് 32,860 കംസ് ടു ബി ഈസ് ദ ഇൻകം ഫ്രം HP. അതിനോടുകൂടി നമ്മൾ അൺറിയലൈസ്ഡ് റെൻറ്റ് റിയലൈസ്ഡ് അത് എത്രയാണ് നോക്കൂ. 20,000 നിന്ന് 6,000 മൈനസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് അതിൻ്റെ 30% ആണ്. അത് മൈനസ് ചെയ്തിട്ടുള്ള 14,000 ആണ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ടത്. അങ്ങനെ 18,860 ആണ് ടാക്സബിൾ ഇൻകം. അതായത് ഇതിനൊക്കെ ആഡ് ചെയ്തതിന് ശേഷമുള്ള ഇൻകം ഫ്രം HP ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഈ ഇത്രയും പ്രസൻറ്റേഷനിൽ പറയുന്നത്. അപ്പോൾ 2 പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യുക. ഫസ്റ്റ് പ്രോബ്ലം ചെയ്തിട്ട് സൊല്യൂഷൻ കിട്ടുന്നില്ല എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു. ബൈ.